അങ്ങനെ നമ്മുടെ കുട്ടീസിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കറി വെക്കാനായിട്ട് കയറുവാണ് കേട്ടോ. അപ്പോൾ ചാളയാണ് കിട്ടിയേക്കണത്. ചാള നമ്മൾ മുളകരച്ച് കറി വെക്കാനായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പിലയും കൊണ്ടിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അത് നല്ലപോലെ മൂപ്പിച്ചെടുത്തേ. മൂത്ത് വന്നപ്പോഴത്തേനും അതിനകത്തേക്ക് വെള്ളത്തിൽ ചാലിച്ച് വെച്ച മഞ്ഞളും മുളക് പൊടിയുമാണ് കേട്ടോ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. അത് നന്നായി മൂത്ത് വന്നപ്പോഴത്തേനും നമ്മളിതിലേക്ക് കുടംപുളിയുടെ വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് ചെറുതായി തിളച്ച് തുടങ്ങുമ്പോഴത്തേനും നമ്മൾ കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളക്കാനായിട്ട് വെച്ചിട്ടാ. അപ്പോൾ അത് തിളക്കണ നേരം കൊണ്ടിട്ട് നമ്മളിവിടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അരപ്പൊക്കെ സെറ്റാക്കി റെഡിയാക്കി അരപ്പൊക്കെ പുരട്ടി വെച്ചേ. എന്നിട്ട് പിന്നെ അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീൻ വറുത്തതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ നല്ലൊരു ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വൈകുന്നേരത്തേക്ക് ഞങ്ങൾ പൊട്ടറ്റോ സ്മൈലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കൊച്ചുങ്ങൾക്ക് വേണ്ടി മാത്രമേ സ്മൈലി ചെയ്തുള്ളൂ, ബാക്കിയുള്ള എല്ലാവർക്കും ബോൾസാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടാണ് വേവിച്ചത്. അത് മാഷ് ചെയ്യണ സമയത്ത് ഞാൻ അപ്പോഴാണ് ഉപ്പും അതുപോലെ തന്നെ കോൺഫ്ലവറും കുറച്ച് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുത്തു. എന്നിട്ട് അത് ബോൾസാക്കിയും സ്മൈലി ആക്കുകയും ചെയ്തിട്ട് വറുത്തെടുത്തു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ.